സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അധ്യായം 6, 10, 11 തിരുവചനം. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ആത്മീയ യുദ്ധത്തിനുള്ള ഒരുക്കത്തിനുള്ള ആഹ്വാനമാണ് നാം കാണുക. ആത്മീയ യുദ്ധത്തിനുള്ള ഒരുക്കം, അതിനുള്ള ആയുധങ്ങൾ, ഇതൊക്കെ ഇവിടെ നാം കാണുകയാണ്. യുദ്ധം പല വിധത്തിലാണ്. മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ യുദ്ധസമാനമായ സ്ഥിതിയുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ യുദ്ധത്തിൻ്റെ അവസ്ഥയുണ്ട്. അതുപോലെ കായികമായി നടത്തുന്ന രണ്ട് ദേശങ്ങൾ തമ്മിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ആയുധങ്ങളോടുകൂടെയും നിരായുധരായും നടത്തുന്ന യുദ്ധങ്ങളുണ്ട്. പലതരത്തിലുള്ള യുദ്ധങ്ങൾ. ഈ യുദ്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ആത്മീയ യുദ്ധം എന്ന് പറയുന്നത്. ആത്മീയ യുദ്ധം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെതിരായി ചെയ്യുന്നതല്ല. പ്രത്യുത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രുവായ പിശാചിനോട്, സാത്താനോട് എതിർത്ത് നിൽപ്പാൻ ചെയ്യുന്ന പ്രതിരോധ പ്രവൃത്തികളാണ്. ഈ ആത്മീയ യുദ്ധത്തിന് അത്യാവശ്യമായിരിക്കുന്നത് ദൈവീകമായിട്ടുള്ള ബലമാണ്, പരിശുദ്ധാത്മ ശക്തിയാലുള്ള ബലമാണ്. ആത്മീയ മേഖല അന്ധകാര വ്യാപാര ശക്തികളുടെ ക്രിയകൾ. ഇവിടെ പോരാടുവാൻ ദൈവം തൻ്റെ ജനത്തെ ബലപ്പെടുത്തും. ഇവിടെ ദൈവം വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത അപ്പോസ്തലനായ പൗലോസ് താൻ സ്ഥാപിച്ച എഫേസോസിലെ സഭയിലെ വിശ്വാസികളോടായി പറയുന്നത്, നിങ്ങൾ കർത്താവിലും ആ ദൈവത്തിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാനാണ്. നിങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ, ആത്മീയമായി ബലപ്പെടണമെങ്കിൽ, ഈ ആത്മീയ യുദ്ധത്തിൽ സാത്താനോടും പിശാചിനോടും നിങ്ങൾക്ക് ജയം ഭരിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിലും കർത്താവിൻ്റെ ബലത്തിലും ശക്തിപ്പെടണം. നമുക്കറിയാം, ആഹാരം നമുക്ക് അല്പം ശക്തി നൽകുന്നതാണ്. നാം കഴിക്കുന്ന ആഹാരം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമുക്ക് ബലമേകും, ശക്തിയേകും. എന്നാൽ അതിലുപരിയായി ആത്മീയ ബലം നമുക്ക് ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്, പരിശുദ്ധാത്മ ശക്തിയിൽ നിന്നാണ്. യേശു തന്നെ ഉയർത്തെഴുന്നേറ്റ ശേഷം ഇപ്രകാരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. ആ ശക്തിയാണ് ആത്മീയ യുദ്ധത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ആത്മീയ യുദ്ധം പിശാചിനോടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിജയാളിയായി തീരുവാൻ നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസവും, ദൈവത്തോട് ചേർന്ന് ആ യുദ്ധത്തെ നേരിടുക എന്നുള്ളതാണ്. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം നൽകുവാനിടയാവും. ഇവിടെ പറയപ്പെട്ടതായ ആത്മീയ യുദ്ധത്തിൽ വിജയം നേടുവാൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട്, ദൈവത്തെ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്.
ദൈവത്തിൻ്റെ ശക്തിക്കും സഹായത്തിനും അഭിഷേകത്തിനുമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്നാൽ നാം കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുവാനിടയാവും. പിശാചിൻ്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്ത് നിൽക്കുവാൻ ശക്തി ലഭിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ, ശക്തിയാൽ നമുക്ക് സാത്താന്യ ശക്തികളോട്, പൈശാചിക ശക്തികളോട് പോരാടി വിജയം വരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപ ഇന്ന് തിരുവചനം ശ്രവിച്ച എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവം നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.